വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഫസ്റ്റ്, എ പേഴ്സൺ walks 10 km of 3 km per hour. Again 6 km at 2 km at hour and 5 km at 4 km per hour. Calculate the average speed of the person. ആ പേഴ്സൻ്റെ ആവറേജ് സ്പീഡ് എന്ന് ഞാൻ ഹാർമോണിക് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ്, എ എന്ന പേഴ്സൺസ് വോക്ക് ചെയ്യുന്നു. 10 km ആണ് വോക്ക് ചെയ്യേണ്ടത്. ഒരവറിൽ എത്ര അവർ km ആണ് വോക്ക് ചെയ്യുന്നത്? 3 ആണ്. അതേപോലെ 2 km പെർ അവറിൽ 6 km ആണ് വേണ്ടത്. അതിൽ 2 km പെർ അവറാണ്. അതുപോലെ 5 km ആണ്. അതിൽ ഒരവറിൽ എത്രയാണ് കിലോമീറ്റർ നടക്കുന്ന? 4 km. അതിൽ എക്സിന് നമുക്ക് എന്ത് കൊടുക്കാം? വോക്ക് ചെയ്യുന്നത് 10, നെക്സ്റ്റ് 6, നെക്സ്റ്റ് 5. ഇനി അതിൻ്റെ എഫ് എത്രയാണ്? 3, 2, 4. 1/x, എക്സിൻ്റെ 1/x, 1/10, 1/6, 1/5. നെക്സ്റ്റ് എഫ് 1/x, എഫ് എത്രയാണ്? 3. 1/x, എഫ് ഇൻറ്റു 1/x ആണ് ചെയ്യേണ്ടത്. 3 ഇൻറ്റു 1/10 is equal to 0.3. Next, 2 into 1/6 is equal to 0.33. Next, 4 into 1/5 is equal to 0.8. Next, equation apply ചെയ്യണം. harmonic mean is equal to n divided by sigma f 1/x. n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. 3 + 2 + 4 9. സിഗ്മ എഫ് 1/xൻ്റെ സമ്മാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 0.3 + 0.33 + 0.8 ആഡ് ചെയ്യുമ്പോൾ 1.43. n എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് 1/x എത്രയാണ്? 1.43 is equal to 9/1.43 is equal to 6.2937. Second question, compute the mean deviation from the mean and also its coefficient for the following data. നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ മെയിൻ ഡിവിഷൻ ആണ്. എന്തിൽ നിന്നാണ്? മീൻ, അരിത്തമാറ്റിക് മീൻ നിന്ന് മെയിൻ ഡിവിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇറ്റ്സ് കോയിഫിഷ്യനും കൂടി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റകൾ ഉപയോഗിച്ച്. മാർക്സ് 10, 15, 20, 25, 30. സ്റ്റുഡൻസ് 8, 12, 15, 10, 5. ഫസ്റ്റ് നമുക്ക് മാർക്സ് എക്സ് ആയിട്ട് കൊടുക്കാം. 10, 15, 20, 25, 30. ഇനി എഫ് സ്റ്റുഡൻസ് ആണ്. എഫ് ആയിട്ട് 8, 12, 15, 10, 5. ഇനി എഫ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. എഫ് എക്സ് കണ്ട് അരിത്തമാറ്റിക് മീനിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടു? മീൻ ഡിവിഷൻ. അപ്പോൾ എക്സ് ബാർ കാൽക്കുലേറ്റ് ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കണം. 10 ഇൻറ്റു 8 80. നെക്സ്റ്റ് 15 ഇൻറ്റു 12 180. നെക്സ്റ്റ് 20 into 15 is equal to
300. Next 25 into 10 250. Next 30 into 5 150. ഇവിടെ സമ്മ് കണ്ടുപിടിക്കണം. 80 plus 180 plus 300 plus 250 plus 150 is equal to 960. Next F ൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണം. 8 plus 12 plus 15 plus 10 plus 5 50. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എഫ് എക്സ് എത്രയാണ്? 960 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ്? ഫ്രീക്വൻസി ടോട്ടൽ 50 ഇസ് ഈക്വൽ ടു 960 ഡിവൈഡഡ് ബൈ 50. 19.2. പിന്നെ റൗണ്ടിങ് ഫിയർ ആയിട്ട് നമുക്ക് എഴുതാം 19. അപ്പം നമുക്ക് അരിത്തമാറ്റിക് മീൻ കിട്ടി. ഇനി ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സിൽ നിന്ന് അരിത്തമാറ്റിക് മീൻ മൈനസ് ചെയ്യാം. 10 minus 19 minus 9. 15 minus 9 minus 4. 20 minus 90 1. 25 minus 90 6. 30 minus 90 11. നെക്സ്റ്റ് എഫ് ഡി ആണ്. എഫ് ഇൻറ്റു ഡി 8 ഇൻറ്റു -9 -72. നെക്സ്റ്റ് 12 ഇൻറ്റു -4 -48. 15 into 1 15. 10 into 6 60. 5 into 11 55. ഇനി ഇവിടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 2 മൈനസ് വാല്യൂ ആണ് തന്നത്. ഇവിടെ എന്താണ് 3 പ്ലസ് വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്ലസ് വാല്യൂയിൽ നിന്ന് മൈനസ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 15 പ്ലസ് 60 പ്ലസ് 55 130 കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? 48 മൈനസ് ചെയ്തു, 72 മൈനസ് ചെയ്തു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 10. മൈനസ് സംഖ്യ മാത്രം സെപ്പറേറ്റ് കൂട്ടി എഴുതുന്നു, പ്ലസ് സംഖ്യ മാത്രം കൂട്ടി എഴുതുന്നു, വലിയ ചെറിയ സംഖ്യ പോലെ ഇതിൻ്റെ ചിഹ്നം ഇടുന്നു. ഇനി മീൻ ഡിവിഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മീൻ ഡിവിഷൻ is equal to sigma FD by n. സിഗ്മ എഫ് ഡി എത്രയാണ്? 10 ബൈ n എന്ന ഫ്രീക്വൻസി ടോട്ടൽ 50 is equal to 10 by 50 0.2. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡിവിഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഓഫ് mean deviation is equal to mean deviation divided by mean. That means arithmetic mean. Mean deviation നമുക്കിവിടെ എത്ര കിട്ടിയേ? 0.2 ഡിവൈഡഡ് ബൈ arithmetic mean എത്രയാണ്? 19 is equal to divided by 19. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.0105. Next question. Obtain the quartile measure of dispersion and its coefficient for the following data. Measures dispersionലെ quartile division ആണ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് കോയിഫിഷ്യൻ്റ്. നമുക്ക് 2 കോളംസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കോളം ഏജ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഏജ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. Number of students 15, 30, 53, 75, 100, 110, 150, 125.
നമുക്ക് കാൽക്കുലേറ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഏജാണ് തന്നിരിക്കുന്നത് ക്ലാസ്സിലെ. സെക്കൻഡ് കോളം എഫ്, തേർഡ് കോളം സി എഫ്. ഏജ് നമുക്ക് നോക്കാം. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. എഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എഫ്. ഇവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? റിയൽ ഫ്രീക്വൻസി കണ്ടു. ഫസ്റ്റ് ഫ്രീക്വൻസി 15 അതെടുത്ത് എഴുതുന്നു. സെക്കൻഡ് ഫ്രീക്വൻസി നോക്കിയാൽ രണ്ടാമത്തെ 10 to 20 നേരെ ഫ്രീക്വൻസി 30 ആണ്. അപ്പം 30ൻ്റെ തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി 15 മൈനസ് ചെയ്താൽ 30 മൈനസ് 15 എത്രയാണ്? 15. നെക്സ്റ്റ് ഫ്രീക്വൻസി 20 to 30ൻ്റെ ഫ്രീക്വൻസി 53 ആണ്. അപ്പോൾ 53ൽ നിന്ന് തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്യുക. അപ്പോൾ 53 മൈനസ് 30 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 23. നെക്സ്റ്റ് 75ൽ നിന്ന് മൈനസ് 53 മൈനസ് ചെയ്യുക, 22. നെക്സ്റ്റ് ഫ്രീക്വൻസി 100ൽ നിന്ന് 25 മൈനസ് ചെയ്യുക. 100ൽ നിന്ന് 75 മൈനസ് ചെയ്യുമ്പോൾ 25. നെക്സ്റ്റ് 110ൽ നിന്ന് 100 മൈനസ് ചെയ്യുമ്പോൾ 10. നെക്സ്റ്റ് 115ൽ നിന്ന് 110 മൈനസ് ചെയ്യുമ്പോൾ 5. നെക്സ്റ്റ് 125ൽ നിന്ന് 150 മൈനസ് ചെയ്യുമ്പോൾ 10. നെക്സ്റ്റ് കുമുലേറ്റ് എഴുതാം. 15, 30, 53, 75, 100, 110, 115, 125. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇക്വേഷൻസ് ആണ് എഴുതേണ്ടത്. ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്യു ഡി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യു ഡി ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ് ക്വാർട്ടർ ഡിവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിലാണ് നമ്മൾ ഇക്വേഷൻസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ക്യൂ കണ്ടുപിടിക്കുന്നത്? Q1 ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 മൈനസ് L1 ബൈ എഫ് ഇൻറ്റു Q1 സ്മോൾ ലെറ്റർ Q1 മൈനസ് സി എഫ്. സ്മോൾ ലെറ്റർ Q1 കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. Q1 ഈസ് ഈക്വൽ ടു n by fourth item. n by fourth item. എന്നതാണ് ഫ്രീക്വൻസി ടോട്ടൽ? 125 by 4 is equal to 125 by 4, 31.25 item. ഇവിടെ നോക്കിയേ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 31.25 ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യണേ? 53ൽ ഉണ്ടോ? 53ൽ. അതിൽ L1 എത്രയാണ്? L1 ഈസ് ഈക്വൽ ടു 20, L2 ഈസ് ഈക്വൽ ടു 30, F ഈസ് ഈക്വൽ ടു 23, Q1 എത്രയാണ്? 31.25, CF എത്രയാണ്? അത് തൊട്ടുമുള്ള ഫ്രീക്വൻസി എത്രയാണ്? 30. ഇനി അപ്ലൈ ചെയ്യാം. L1 എത്രയാണ്? 20 പ്ലസ് L2 30 മൈനസ് 20 ബൈ എഫ് 23 ഇൻറ്റു Q1 എത്രയാണ്? 31.25 മൈനസ് 30. 20 പ്ലസ് 30 മൈനസ് 20 10 ബൈ 23 ഇൻറ്റു 31.25 മൈനസ് 30 1.25. നെക്സ്റ്റ് 20 പ്ലസ് നെക്സ്റ്റ് 10 ഇൻറ്റു 1.25, 10 ഇൻറ്റു 1.25 is equal to 12.5 divided by 23 is equal to 20 plus
12.5 by 23 is equal to 0.54 is equal to 20.54. ഇനി Q3 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണേ? Q3 is equal to L1 plus L2 minus L1 by F into Q3 minus CF. സ്മോൾ ലെറ്റർ Q3 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q3 is equal to 3 into n by 4th item is equal to 3 into 31.2 fifth item. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കാം. 3 into 31.25 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 93.75. നെക്സ്റ്റ് ഇവിടെ നമുക്ക് L1 എത്രയാണ്? 93.75. 93 ഇതിലാണ് വരുന്നത്, 100ലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാ വരിക? 40-50 ആണ് ക്ലാസ്. എഫ് എത്രയാണ്? 25 ആണ്. CF എത്രയാണ്? 75. അപ്പോൾ L1 ഈസ് ഇക്വൽ ടു 40, L2 ഈസ് ഇക്വൽ ടു 50, F ഈസ് ഇക്വൽ ടു 25, CF ഈസ് ഇക്വൽ ടു തൊട്ട് മുമ്പുള്ളത് തന്നെ 75. ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. Q3 ഈസ് ഇക്വൽ ടു 40 പ്ലസ് 50 മൈനസ് 40 ബൈ F 25 ഇൻറ്റു സ്മോൾ Q3 സ്മോൾ ലെറ്റർ Q3 എത്ര കിട്ടിയേ? 93.75 മൈനസ് 75. 40 plus 10 by 25 into 93.75 minus 75. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18.75. 40 plus 10 into 18.75 187.5 by 25 is equal to 40 plus 187.5 by 25. 7.5 is equal to 47.5. Q1 Q3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് QD കാൽക്കുലേറ്റ് ചെയ്യാം. QD is equal to Q3 മൈനസ് Q3 എത്തിയത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 47.5 മൈനസ് Q1 നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എത്രയാണ്? 20.54 ഡിവൈഡഡ് ബൈ 2. കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. 47.5 മൈനസ് 20.54 26.96 divided by 2 is equal to answer 13.48. Next, coefficient of quartile division. Coefficient of quartile division is equal to Q3 minus Q1 divided by Q3 plus Q1. Q3 എത്രയാ? 47.5 minus 20.54 divided by 47.5 plus 20.54 is equal to 47.5 minus 20.54 26
0.96 divided by 47.5 plus 20.54, 68.04 is equal to 26.96 divided by 68.04 is equal to 0.396. Next question. Calculate the arithmetic mean from the following data. Roll number 1, 2, 3, 4, 5, 6, 7, 8. Marks 85, 70, 55, 75, 50, 80, 42, 25. ഇപ്പോൾ റോൾ നമ്പറാണ് നമുക്ക് തന്നിരിക്കുക. അപ്പം നമുക്കറിയാം റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പറാണ്. അപ്പോൾ ഇത് ഏത് സീരീസാണ്? ഇൻഡിവിജ്വൽ സീരീസാണ്. ഇൻഡിവിജ്വൽ സീരീസ് ആയിട്ട് മീൻ കാൽക്കുലേറ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ആണ്. എക്സ് നമുക്കറിയാം. എക്സ് ഏതൊക്കെയാണ് വരുന്നത്? 85, 70, 55, 75, 50, 80, 42, 25. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മാണ്. ആഡ് ചെയ്യാം. 85 പ്ലസ് 70 പ്ലസ് 55 പ്ലസ് 75 പ്ലസ് 50 പ്ലസ് 80 പ്ലസ് 42 പ്ലസ് 25, 482. X bar is equal to sigma x by n. X bar is equal to sigma x എത്രയാണ്? 482 divided by n എത്ര നമ്പറാണ്? ഇൻഡിവിജ്വൽ 1, 2, 3, 4, 5, 6, 7, 8 is equal to 482 divided by 8. 8 ആണ്. 8. 482 divided by 8 is equal to 60.28. 60.25 is 72. His marks for subjects are 37, 82, 55 and 77. Find out the marks for fifth subject. അഞ്ചാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ സബ്ജക്റ്റ് എത്രയാണ്? 5 ആണ് വരുന്നത്. ടോട്ടൽ മാർക്സ് 5 into 72 is equal to 360. നെക്സ്റ്റ് 4 സബ്ജക്റ്റിൻ്റെ മാർക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 4 സബ്ജക്ട്സ് മാർക്സ് നമുക്ക് തന്നിരിക്കുന്നത് 37 പ്ലസ് 82 പ്ലസ് 55 പ്ലസ് 77 is equal to 251. ഫിഫ്ത്ത് സബ്ജക്റ്റിൻ്റെ മാർക്സാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇസിക്കൽ ടു 360 മൈനസ് 251 ഇസിക്കൽ ടു 109. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ട് ദി റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യന്റ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. മാർക്സ് തന്നിട്ടുണ്ട് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. Number of students 20, 16, 25, 30, 10. റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം റേഞ്ച് ഈസ് ഈക്വൽ ടു ലാർജസ്റ്റ് വാല്യൂ മൈനസ് സ്മോളസ്റ്റ് വാല്യൂ. ഇവിടെ നോക്കിയേ, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഇവിടെ എത്രയാണ്? 60 മൈനസ് ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 10 അല്ലേ? ഈസ് ഈക്വൽ ടു 50. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോഎഫിഷ്യൻ്റ് ഓഫ് range is equal to L minus S divided by L plus S. 60 minus 10 by 60 plus 10. 50 by 70. നമുക്ക് ആൻസർ എത്രയാണെന്ന് നോക്കാം.
50/70. 0.714. Next question. Calculate the 3 yearly moving averages for the year following data. Year production. Year 1994 മുതൽ 2004 വരെ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ 50, 54, 58, 55, 53, 57, 62, 63, 66, 65, 63. ആൻസർ ചെയ്യാൻ വേണ്ടി ഒരു 4 കോളംസ് ആണ് നമുക്ക് വേണ്ടത്. ഇയർ 1994 മുതൽ 2004 വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതി. പ്രൊഡക്ഷൻ 50, 54, 58, 55, 53, 57, 62, 63, 66, 65, 63. 3 ഇയർ മൂവിങ് ഫസ്റ്റ് 3 വർഷത്തെ പ്രൊഡക്ഷൻ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഫസ്റ്റ് 50 പ്ലസ് 54 പ്ലസ് 58 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 162. അതിൻ്റെ നേരെ എഴുതുന്നു. നെക്സ്റ്റ് ഇയർ ഒരു ഇയർ വിട്ടതിന് ശേഷം 54 പ്ലസ് 58 പ്ലസ് 55 ആഡ് ചെയ്യുമ്പോൾ 167. നെക്സ്റ്റ് അടുത്ത ഒരു ഇയർ വിട്ടിട്ട് എഴുതുക. 58 പ്ലസ് 55 പ്ലസ് 53 ആഡ് ചെയ്യുമ്പോൾ 166. നെക്സ്റ്റ് ഒരു ഇയറും കൂടി ഒഴിവാക്കിയിട്ട് എഴുതുക. 55 പ്ലസ് 53 പ്ലസ് 57 165. നെക്സ്റ്റ് ഒരു ഇയർ ഒഴിവാക്കിയിട്ട് എഴുതുന്നു. നെക്സ്റ്റ് 3 ഇയർ 53 പ്ലസ് 57 പ്ലസ് 62 ആഡ് ചെയ്യുമ്പോൾ 172. നെക്സ്റ്റ് ഒരു ഇയർ ഒഴിവാക്കിയിട്ട് എഴുതുന്നു. 57 പ്ലസ് 62 പ്ലസ് 63 182. നെക്സ്റ്റ് ഒരു ഇയർ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നു. 62 പ്ലസ് 63 പ്ലസ് 66 ആഡ് ചെയ്യുമ്പോൾ 191. നെക്സ്റ്റ് ഇയർ 63 പ്ലസ് 66 പ്ലസ് 65 ആഡ് ചെയ്യുമ്പോൾ 194. നെക്സ്റ്റ് ഇയർ 66 പ്ലസ് 65 പ്ലസ് 63 ആഡ് ചെയ്യുമ്പോൾ 194. നെക്സ്റ്റ് നമ്മൾ 4 ഇയറിൽ ആവറേജസ് 3 ഇയറിൽ അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുക. 162 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 54. നെക്സ്റ്റ് 167 by 3 is equal to 55.667. Next 166 divided by 3 is equal to 55.33. Next 165 by 3 is equal to 55. Next 172 by 3 is equal to 57.333. Next 182 by 3 is equal to 60.667. Next 191 by 3 is equal to 63.667. Next 194 by 3 is equal to 64.667. Next 194 by
3 is equal to 64.667. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സിന് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.